ഇതെങ്ങനെയാണ് എമുലേറ്ററിൽ എങ്ങനെയാണ് BGMI ദെൻ പബ്ജി കളിക്കാൻ പറ്റും, BGMI നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ PC-യിൽ? ഹലോ വാട്സ്ആപ്പ് ഗൈസ്, മറ്റേക്കാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു എന്തിനാണ് ബ്രോ ലൈവ് സ്ട്രീം BGMI സ്ട്രീമായി നിർത്തിയതെന്ന് വെച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 3 months ബിഫോർ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാങ്ക് കിട്ടിയായിരുന്നു. സോ ബാങ്ക് കിട്ടിയത് കാരണം നമ്മൾ അധികം പ്ലേ ചെയ്യാതെ BGMI അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. കുറേ യൂട്യൂബേഴ്സൊക്കെ എമുലേറ്റർ യൂസ് ചെയ്ത് പ്ലേ ചെയ്യുന്നുണ്ടോ, പിന്നെ ബ്രോ മാത്രം എന്തിനാണ് പ്ലേ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. സോ ആക്ച്വലി ഈ ഒരു 2 മാസത്തിന് ശേഷം നമുക്ക് BGMI നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ PC-യിൽ? കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ നോക്കിയായിരുന്നു. യൂട്യൂബ് വീഡിയോസ് നോക്കിയപ്പോൾ കുറേ ചാനൽസ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കുറേ കണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് എമുലേറ്ററിൽ എങ്ങനെയാണ് BGMI ദെൻ പബ്ജി കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞുള്ള കണ്ടന്റ് മാത്രം ഇടുന്ന ചാനൽ ഞാൻ നോക്കിയായിരുന്നു. സോ ആ ചാനൽ നോക്കിയപ്പോൾ അവർ അധികമായിട്ട് കുറേ ഫയൽസൊക്കെ തരുന്നുണ്ട്. ഇങ്ങനെ വന്ന് നിങ്ങൾ BGMI പബ്ജി മൊബൈൽ ആക്കട്ടെ, ഇതെങ്ങനെ എമുലേറ്ററിൽ പ്ലേ ചെയ്യാൻ പറ്റും. ആക്ച്വലി പബ്ജി മൊബൈൽ അവർ അലോ ചെയ്യുവാണ് എമുലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമുക്ക് എമുലേറ്റർ കളിക്കാൻ പറ്റുന്നത് ആദ്യം BGMI മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ. ബാക്കിയെല്ലാം പബ്ജി മൊബൈലും അതേപോലെ പബ്ജി മൊബൈലിൽ തന്നെ കുറേ ഉണ്ട്. KR വെർഷൻ ഉണ്ട്, VN ഉണ്ട്, കുറേ സെർവേഴ്സ് ഉള്ള പബ്ജി ഉണ്ട്. ഈ എല്ലാ പബ്ജി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ആക്ച്വലി ഞാൻ കുറേ എമുലേറ്റർ യൂസ് ചെയ്തായിരുന്നു. നോക്കിയാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത എമുലേറ്റേഴ്സ് പറയുമ്പോൾ MSI യൂസ് ചെയ്തായിരുന്നു, നോക്സ് പ്ലെയർ യൂസ് ചെയ്തു, മൂമു എമുലേറ്റർ യൂസ് ചെയ്തു, പിന്നെ ഗെയിം ലൂപ്പ് യൂസ് ചെയ്തായിരുന്നു, ബ്ലൂസ്റ്റാക്ക് 5 എല്ലാം 64 ബൈറ്റ് ആയിരുന്നു. സോ എല്ലാ സോഫ്റ്റ്വെയർസും ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. BGMI കളിക്കാൻ പറ്റുന്നതിന് ഇപ്പോൾ വരെ ഉള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറയുന്നത് റൂട്ട് ചെയ്ത് പ്ലേ ചെയ്യുവാണ്. എല്ലാ എമുലേറ്ററിലും ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു എമുലേറ്റർ റൂട്ട് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്, റൂട്ടിങ്ങിന് വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗെയിം റൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു 3.2 വെർഷൻ ആണെങ്കിൽ ആ വെർഷന് വേണ്ടിയുള്ള ഫയൽസും പിന്നെ അതിനെക്കുറിച്ച് റൂട്ടിംഗ് ഫയൽസൊക്കെ ഇവർ തരുന്നുണ്ട്. ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ റൂട്ട് ഫോർ എക്സ്പ്ലോറർ യൂസ് ചെയ്ത് ആ ഒരു ഫയൽസിനെ കോപ്പി ചെയ്ത് അങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാം കോപ്പി ചെയ്ത് ഗെയിമിനകത്ത് കയറിയായിരുന്നു. സോ ഗെയിമിനകത്ത് കയറിയിട്ട് മാച്ച് പക്ഷേ ലോഗിൻ ആകാത്തതും ഇപ്പോൾ ലോഗിൻ ആകുന്നുണ്ട്. ആ ഫയൽ യൂസ് ചെയ്യുമ്പോൾ ഗെയിമിനകത്ത് പോകുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഡിവൈസ് ഇസ് നോട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം കാണിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് പെട്ടെന്ന് ലോബിയിലോട്ട് ബാക്ക് അടിക്കുവാണ്. സോ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ ഞാൻ കുറേ ട്രൈ നോക്കിയായിരുന്നു, ബട്ട് സ്റ്റിൽ ആ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുവാണ്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് ഞങ്ങൾക്ക് പറയാം. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ BGMI ഇല്ലെങ്കിൽ പബ്ജി മൊബൈലോ എമുലേറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ വെറുതെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ വേസ്റ്റ് ആക്കുക, അത്രയുള്ളൂ. ഇതിനു വേണ്ടി കുറേ ഡേറ്റ സ്പെൻഡ് ചെയ്തു. ലൈക്ക് ഓരോ വർഷവും എമുലേറ്റർ ഡൗൺലോഡ് ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാവരും പിന്നെ അക്കൗണ്ട് സൈനിങ് അതൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ലോഗിൻ ചെയ്ത് അകത്ത് കയറിയാലും ഇപ്പം കുറേ യൂട്യൂബേഴ്സ് ആ ഒരു ഫയലൊക്കെ തരുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊക്കെ യൂസ് ചെയ്താലും 1 ടൈം മാത്രമേ പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സെക്കൻഡ് ടൈം മാച്ച് ഇപ്പം ക്ലോസ് ചെയ്തിട്ട് പിന്നെ അകത്ത് കയറുവാണെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ഈ റൂട്ടിംഗ് ഫയൽ ഇല്ലാതെ അകത്ത് കയറാൻ പറ്റില്ല. കാരണം ഈ റൂട്ട് ഫയൽ ഉള്ളതുകൊണ്ടാണ് BGMI അകത്ത് കയറുന്നത്. എൻ്റെ മെയിൻ അക്കൗണ്ട് പോകാൻ കാരണം ഈ ഒരു സംഭവം കൊണ്ടാണ്. സോ ഗൈസ് പ്ലീസ്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് കൊണ്ട് ആരും ട്രൈ ചെയ്യരുത്. ദെൻ ഇങ്ങനെ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തീർച്ചയായിട്ടും ബാൻ ആക്കും. അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും, 3.1, 3.2, 3.3 അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഫയൽസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ 3.2യുടെ ഫയൽ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ 3.3 അപ്ഡേറ്റ് വരുന്ന സമയം നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് പിന്നെയും ബാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ കാരണം നിങ്ങൾ ഈ അകത്ത് വെച്ചിരിക്കുന്ന ഫയൽ 3.2 ആണ്. അപ്പം ആ ഒരു ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ മൊബൈലിൽ തന്നെ പ്ലേ ചെയ്യുക, PC-യിൽ ട്രൈ ചെയ്യേണ്ട. അപ്പം നിങ്ങൾ പറയാൻ പറ്റും എന്തിനാ ബ്രോ PC-യിൽ പ്ലേ ചെയ്യുന്നത്, അത് മൊബൈലുണ്ടല്ലോ, മൊബൈൽ ഗെയിമില്ല, മൊബൈലിൽ പ്ലേ ചെയ്താൽ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ചോദിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ആക്ച്വലി നല്ല ഫോണുള്ള ആൾക്കാർ, നല്ല ഫോൺ ഉള്ളവർ BGMI നല്ലപോലെ കളിക്കാൻ പറ്റും. എനിക്ക് നല്ല ഫോണാണ്, പക്ഷെ സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും പെർഫോമൻസ് തരത്തില്ല എൻ്റെ ഫോണ്. സോ ദാറ്റ്സ് വൈ ഐ ഹാവ് എ ഗെയിമിംഗ് സെറ്റപ്പ്. സോ അതുകൊണ്ട് ഞാൻ ഗെയിമിംഗ് ലാപ്പിൽ തന്നെ ഞാൻ വന്ന് ഈ ഒരു BGMI അതൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റും. ഞാൻ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1-2 സ്ട്രീം അല്ല, കുറേ സ്ട്രീംസ് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. സോ അതിനുവേണ്ടിയാണ് ഞാൻ മോസ്റ്റ് അത് യൂസ് ചെയ്യുന്നതും. പിന്നെ ഇപ്പോൾ ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എമുലേറ്റർ തന്നെ അത് യൂസ് ചെയ്ത് ഞാൻ പ്ലേ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഞാനത് പറയണമെന്നായിരുന്നു. സോ അതല്ലാതെ വേറെ ഒന്നുമില്ല. സോ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അടുത്ത് ഞാൻ പറയുന്ന കാര്യം, ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ ഫോൺ മേടിച്ചിട്ട് BGMIലോട്ട് വരാം. എനിവേ
താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് ഞാൻ പറയണമെന്നുണ്ടായിരുന്നു, സോ അതുകൊണ്ട് ഞാൻ പറയുവാണ്. എനിവേ കെയർഫുൾ ഗൈസ്. അക്കൗണ്ട് ഒരു മെയിൻ അക്കൗണ്ട് പോയി നിൽക്കുന്ന ഒരാളാണ് ഞാൻ, സോ അതുകൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങളുടെ അക്കൗണ്ട് പോയി കളയരുത്. അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്.